നമ്മൾ ചില സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ ഒരു ആവശ്യമില്ലാണ്ട് നമ്മുടെ ചെവി വന്ന് കാര്യം പറയും. എപ്പോഴാണ് വന്നത് ഇതായിരിക്കും ചോദിക്കുന്നത്. ഇത് വലിയ രഹസ്യമാണോ ഇത്? കല്യാണത്തിന് പോകുമ്പോൾ തന്നെ ഉണ്ട് ഉണ്ടക്കണ്ണും വീഴ്ച വരുമ്പോ തന്നെ നമുക്ക് ഓണാണ്. സെറ്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കണ്ണീരാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കണ്ണുവെച്ച് എന്റെ കാഴ്ച പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഡേ പോലെ പറഞ്ഞു ഇത് കാണുന്ന കണ്ണെടുത്ത് വെളിയിടാതെ അകത്തിടാത്തിട്. അമ്മ ആയിട്ട് ഒരു ദിവസം സംസാരിക്കുകയാണ്. അനി അറിഞ്ഞില്ലേ കഴിഞ്ഞു ഇപ്പൊ സിനിമയാണ്. എന്താ മോനെ അവന് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? ചേട്ടാ നീ ഈ ആൾക്കാർ മൊത്തം എന്നെ പറ്റി പറയുന്നത് എന്നോട് പറയണ്ട. It's very safe here. This industry is very safe. ഇതൊരു എന്താണ് കുഴപ്പം പിടിച്ചൊരു സ്ഥലമല്ല. ഞങ്ങള് 3 പേര് ഞങ്ങൾക്കൊക്കെ സേഫായ സ്ഥലമാണ്. ഞങ്ങളുടെ തറവാടാണിത്. അടുത്ത ഞങ്ങളുടെ മക്കള് വരുന്നതിന് നമുക്ക് ഒരു എതിർപ്പുമില്ല. ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ 1-2 പ്രശ്നക്കാർ കാണും. അതേപോലെ ഈ ഇൻഡസ്ട്രിയിലും കാണും. ഒന്നാമത് ലഹരിയിലാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇവരാണ് സേഫ് ഗാർഡ് ചെയ്യുന്നത് നമ്മളെ. ഇറ്റ്സ് എ വെരി സേഫ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് കരിയർ. സേഫ് അല്ല എന്ന് പറയുന്നതിന്റെ അതായത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വരെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, സ്കൂളിൽ നടക്കുന്നില്ല. പക്ഷെ ഇത് സിനിമയാവുമ്പോൾ കുറച്ചും കൂടെ കുറച്ചുകൂടെ എക്സ്പോഷർ ആവും, പെട്ടെന്ന് അത് പുറത്തേക്ക് വരും. ഇപ്പം ആൺ പെൺ വ്യത്യാസമില്ല. ആൺ ആർട്ടിസ്റ്റ് ആയാലും പെൺ ആർട്ടിസ്റ്റ് ആയാലും ഇവര് നമ്മുടെ സപ്പോർട്ടിനുണ്ട്. ഓരോരുത്തരും നമ്മൾ നിന്നാൽ നന്നായിട്ട് നിന്നാൽ നന്നായി. അല്ല പണ്ടും അങ്ങനെ ഇല്ലല്ലോ. പണ്ട് 40 കൊല്ലം മുമ്പും അങ്ങനെ ഇല്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. എന്തായാലും 2024 മലയാളം സിനിമ ആസ്വാദകർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമാണ്. കാരണം ഒരുപാട് നല്ല സിനിമകളാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റിലേക്ക് കയറാൻ പോകുന്നത് അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഭരതനാട്യം. ഈ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പേരിൽ മാത്രമല്ല, ഈ സിനിമയ്ക്ക് മൊത്തം പ്രത്യേകതകളാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ വിശേഷം നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടി സിനിമയിൽ തന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് കൂടിയിട്ടുണ്ട്. നമ്മുടെ സ്വാതിയുണ്ട്, ശ്രുതിയുണ്ട്, ഷൈജുവേട്ടനുണ്ട്, രജനി മാമുണ്ട്. രജനി, നമസ്കാരം. എല്ലാവർക്കും വെൽക്കം ടു അവർ ഷോ. ഫസ്റ്റ് തന്നെ ഷൈജുവേട്ടനോടാണ് ചോദിക്കാനുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫസ്റ്റ് പടം, ആ ഫസ്റ്റ് പടത്തിൽ സായിയേട്ടനൊക്കെ കൂടെയുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സായിയേട്ടനൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാൻ പാകത്തിന് ഒരു പ്രൊഡ്യൂസറായി ഒരു സിനിമയിൽ വന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്തായാലും വലിയൊരു വളർച്ചയാണ്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ പടം ഗംഭീരമാണ്. ഓ അല്ല, പടം ആക്ച്വലി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഡിറ്റഡ് സ്ക്രിപ്റ്റാണ് ഷൂട്ട് ചെയ്തത്. അതായത് എഡിറ്റഡ് സ്ക്രിപ്റ്റാണ് നമ്മളോട് ഒന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ഒന്നും കളയാനില്ല, ഒന്നും കൂട്ടാനില്ല. നമുക്ക് അപ്പം തന്നെ അറിയാമായിരുന്നു ഇത്. അപ്പം എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ്, മാക്സിമം പോയ 2.25 മണിക്കൂർ, ഇതിൽ കൂടുതൽ സിനിമ കാണില്ലെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷെ ഇപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ സിനിമ ആയി വന്നപ്പോഴത്തേക്കും 2 മണിക്കൂർ 1 മിനിറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോ കോൾഡ് ലാഗ് എന്നൊക്കെ നമ്മൾ അപ്പൊ അതെ, അപ്പം നല്ല ക്രിസ്പാണ്. അങ്ങനെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യാനുള്ള ഒരു രീതിയിലും ലാഗ് ഫീൽ ചെയ്യില്ല. പിന്നെ ഹോൾസം എന്റർടൈനറാണ്. അങ്ങനത്തെ ഒരു പടം തന്നെയായിരുന്നു എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ മാധ്യമം നമ്മൾ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെന്റ് ചെയ്തൊരു മാധ്യമമാണ്. ശരി അല്ലേ? അപ്പോൾ നമ്മൾ അതേപോലത്തെ എന്റർടൈനിങ് സിനിമ തന്നെ കൊടുക്കാന്നുള്ളതാണ്. അതിപ്പം എന്റർടൈൻമെന്റ് നമുക്ക് ഏത് രീതി വേണമെങ്കിൽ കൊടുക്കാം. പല ജോണേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പേടിപ്പിച്ച ഒരാളെ എന്റർടൈൻ ചെയ്യാം, ചിരിപ്പിച്ച് ചെയ്യാം, കരയിപ്പിച്ച് നമുക്ക് എന്റർടൈൻ ചെയ്യാം, ഇമോഷണലി ഇത് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചിരിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ബട്ട് ചിരി മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഇമോഷൻസ് ഉണ്ട്. നമ്മൾ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഇൻഡിവിജ്വലിനും ഒരു കുടുംബം ഉണ്ടല്ലോ. അതെ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ പോലും അവർ ഡിപ്പെൻഡായി ജീവിക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു കുടുംബം പ്രത്യേകിച്ച് ഈ ദുരഭിമാനം, ഇതൊക്കെ അഭിമാനമായിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് കുടുംബമാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ദുരഭിമാനം അഭിമാനമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ. പിന്നെ രഹസ്യ സ്വഭാവമുള്ള കുറേ ആൾക്കാർ. അതായത് എല്ലാം നമ്മൾ പതുക്കെ സംസാരിക്കണം, ഒച്ച കുറച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടാൽ അത് പ്രശ്നമാകുമോ എന്നാൽ പ്രത്യേകിച്ച് എൻ്റെ അത് വലിയ രഹസ്യമൊന്നുമില്ല.
എന്നാലും വളരെ ഇതായിട്ട് സംസാരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ ഒരു ആവശ്യമില്ലാണ്ട് നമ്മുടെ ചെവി വന്ന് കാര്യം പറയും. എപ്പോഴാ വന്നത് ഇതായിരിക്കും ചോദിക്കുന്നത്. ഇത് വലിയ രഹസ്യമാണോ ഇത്? അല്ലേ? ശരി, അങ്ങനെയുണ്ട്. ഭയങ്കര രഹസ്യമായിട്ട് സംസാരിക്കണം. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കുറെ ആൾക്കാരുടെ കഥയാണ്. സോ അതിൽ നിന്ന് അവരിൽ നിന്ന് വരുന്ന ഹ്യൂമറും ആ സിറ്റുവേഷനിലുള്ള ഹ്യൂമറും പരിപാടികളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം വരുവാണ്. ആ പ്രശ്നം ഇവർ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, അത് ടാക്കിൾ ആവുന്നുണ്ടോ, ഇതൊക്കെയാണ് ഭരതനാട്യം പറയുന്നത്. ശരി, എന്തായാലും നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഈ സിനിമയിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോട് യാതൊരു ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം യാദൃശ്ചികം മാത്രം. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ തന്നെ ഉണ്ട് കഴിച്ചിട്ട് പോണം, കഴിച്ചിട്ട് പോണം, ചിലപ്പോൾ ആംഗ്യ ഭാഷയിൽ കാണിക്കും. കഴിച്ചായിരുന്നോ? സത്യം. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ അതെന്തിനാന്ന് അറിയില്ല. അപ്പൊ ശരിക്കും ഒരു രഹസ്യം വന്നാൽ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യൂലേ? ഇത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ കലാരഞ്ജനി മാഡത്തിനടുത്തേക്ക് ആണോ, അല്ലെങ്കിൽ ഇപ്പം എന്താ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റത്? ഓക്കെ മാഡം, ആദ്യം തന്നെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ കണ്ടത് വലിയൊരു ഫാനാണ്. നേരിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. മാം നമസ്കാരം. എനിക്ക് വേണം ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുത്തേക്കുന്നത്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമ തിരഞ്ഞെടുത്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സൈജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൈജേട്ടൻ തന്നെ പറഞ്ഞു എൻ്റെ പടത്തിനൊരു പ്രത്യേകത ഉണ്ടാവണം. അതുപോലെ ഇപ്പോൾ 4 വർഷത്തിന് ശേഷം സെലക്ട് ചെയ്തേക്കുന്ന ഈ സിനിമയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? കുടുംബ കഥയാണത്. കുടുംബകഥ ഉൾക്കാമുള്ള കഥകൾ വളരെ കുറവാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് കഥകൾ വളരെ കുറവാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ലൊരു സബ്ജക്റ്റ് എന്തെങ്കിലുമൊക്കെ ഈ അമ്മ എന്നുള്ള ക്യാരക്ടറിന് ചെയ്യാനുണ്ടാവും. എല്ലാ പടത്തിലും അമ്മ എന്നുള്ള ക്യാരക്ടർ വരും, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഒന്നും ഉണ്ടാകത്തില്ല. ചുമ്മാ ഒന്ന് നിൽക്കുക പോവുക, അത്രയേ ഉള്ളൂ. ശരി, അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും ഇതിലുള്ള എല്ലാവർക്കും എല്ലാം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ സമ്മതിച്ചത്. ശരിക്കും പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മ, അമ്മായിയമ്മ, അപ്പൂപ്പൻ, അമ്മ ഇവരൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലേ? നായകനും നായികയൊക്കെ അതിലൊരു നിമിത്തമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു വലിയൊരു മാറ്റം. അപ്പൊ നമുക്ക് കുറെ മിസ്സായി പോയേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഇതായിട്ട് കണക്ട് ആവും ആണ്. ഓക്കെ, ഇനി അടുത്തത് ശ്രുതിനോടാണ്. ശ്രുതി ഒരു സിനിമ ഫാമിലിയാണ്. എല്ലാവരും അപ്പുറം ഇപ്പുറം ചുറ്റും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സിനിമക്കാരാണ്. ശരിക്കും സിനിമയിലേക്ക് വന്നത് ആ ഒരു ഫാമിലിയുടെ സഹകരണത്തോട് കൂടിയിട്ടാണോ? അവർ പറഞ്ഞോ നീയും കൂടി മര്യാദക്ക് പോയിട്ട് അഭിനയിച്ചോളൂ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. വീട്ടിലിപ്പം ഞാൻ കുഞ്ഞുനാള് മുതല് കാണുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ പണ്ട് സിനിമയിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം എന്താവണം എന്നുള്ളൊരു സാധനത്തില് എനിക്ക് പണ്ടൊട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഭയങ്കര യാദൃശ്ചികമായിട്ട് വന്നൊന്നുമല്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലാണ്ട് നീ സിനിമയിൽ പോകണം, അല്ലെങ്കിൽ നീ ഡോക്ടർ ആവണം, നീ എഞ്ചിനീയർ ആവണം, അങ്ങനെയൊന്നുമല്ല. കുഞ്ഞിലോട്ട് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡാൻസ് സ്റ്റേജിലൊക്കെ കയറും, ഈ സ്കിറ്റ്, മോണോ ആക്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കിഷ്ടമുണ്ടെങ്കിൽ പോവാമെന്നുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഇതുപോലെ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കാസ്റ്റിംഗ് കോൾസ് കാണും, ഓഡീഷന് പോവും. അപ്പം ഞങ്ങൾ തിരുവല്ല ആയതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിലായിരിക്കും കൂടുതൽ ഓഡീഷൻസ്. ട്രിവാൻഡ്രത്ത് നടക്കാറുണ്ട്. അപ്പം അമ്മയും അച്ഛനും ആരെങ്കിലും കൂടെ വരും. അങ്ങനെ നമ്മൾ ഓഡീഷൻസിന് പോകാറുണ്ട്. അങ്ങനെ പോയി ജൂണില് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ജൂണില് ഓഡിഷൻ വഴി കിട്ടി. അല്ലാണ്ട് ഫാമിലിന്ന് ആരെങ്കിലും സപ്പോർട്ട് അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം. ഇപ്പൊ പഠിക്കുന്നതിലാണെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അങ്ങനെയുള്ള സപ്പോർട്ടിലായിരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇപ്പൊ എന്നെ പോലെ ആഗ്രഹമുള്ള ഫാമിലിയില് കുട്ടികളുണ്ട്, പക്ഷെ അവർ ഫാമിലി അധികം സപ്പോർട്ട് ചെയ്യാതെ പഠിച്ചാൽ മതി. നമ്മൾ സ്കൂളിൽ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ പറയും ഡാൻസിനൊന്നും പോണ്ട, പഠിച്ചാൽ മതി എന്നുള്ള മൂഡ് പറയുന്ന ഒത്തിരി പേരില്ല. അപ്പം എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. എന്റെ ഫാമിലിയിൽ അങ്ങനെ നീ ഇത് പോണം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചേട്ടനാണെങ്കിലും നമ്മൾ വിചാരിച്ചില്ല. ചേട്ടനൊക്കെ ഭയങ്കര യാദൃശ്ചികമായിട്ട് വന്നതാ കീഴിൽ അഭിനയിച്ചത്. നമ്മൾ പോലും വിചാരിക്കുന്നില്ല ചേട്ടൻ ഇങ്ങനെ. അവൻ ദുബൈയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്താണ് കാസ്റ്റിംഗ് കോൾ കണ്ട് അയച്ചത്. ലീവ് എടുത്ത് വന്നു കഴിഞ്ഞിട്ടോ നമ്മളെ വിളിച്ച് പറയുന്നത് ഇതുപോലെ ഒരു കാസ്റ്റിംഗ് കോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പോയി ഇഷ്ടമുള്ളത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയെ കിട്ടി. ഓക്കെ, അടിപൊളി. ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് RDXന്റെ ലൊക്കേഷനിൽ നിന്ന് എടുത്തൊരു ഡാൻസ് ആവുന്നുണ്ട്, ഒരു നഴ്സിന്റെ വേഷത്തിൽ. ഭയങ്കര ട്രെൻഡിങ് ആയി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സോങ് സെലക്ട് ചെയ്ത് സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറയും സിനിമ കണ്ടു എന്നല്ല, ആ റീല് കുട്ടിയില്ലെന്നല്ലേ? ഓക്കെ,
സ്വാതി, യമൻ. സ്വാതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഭാഷ കൊണ്ട് ഈ നമ്മുടെ മലയാള സിനിമയെ പൊക്കി കൊണ്ടുവന്ന ഒരുപാട് നടന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. തല്ലുമാലയിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ആണ്. എന്തായാലും നമസ്കാരം. ഈ സിനിമയിൽ എന്താണ് താങ്കളുടെ ക്യാരക്ടർ? ഈ സിനിമയിൽ ഞാൻ ഗോപൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ സൈജേട്ടന്റെ അളിയനായിട്ട്, ആളുടെ ഹസ്ബൻഡായിട്ട്, എല്ലാവരും ഫാമിലിയാണ്. അപ്പോ എനിക്ക് കൃഷ്ണദാസിനെ മുമ്പ് തൊട്ട് അറിയാം, ഇതിന്റെ ഡയറക്ടറെ. ഞങ്ങൾ പണ്ട് ഈ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന കാലത്ത് ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അന്ന് ഞാനും സിനിമയില്ല, അവനും സിനിമയിലില്ല. ഞങ്ങൾ ഇത് സിനിമയിൽ കയറണം, അവിടെ ഓഡിഷൻ, ഈ ഓഡിഷൻ എന്നൊക്കെയുള്ള ഒരു സമയത്ത് തൊട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ചാറ്റിൽ മാത്രമുള്ള പരിചയം ഞങ്ങൾ. ശരി. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെതായ വഴിക്ക് ഞാനും സിനിമയിലെത്തി, അവൻ അവൻ്റെതായ വഴിക്ക് അവനും സിനിമയിലെത്തി. ഞങ്ങൾ ഒരുമിച്ച് അവൻ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടുള്ള നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച ആളുകളാണല്ലോ. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഒരേ പോയിന്റിൽ അത് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അവൻ ഒന്നും നോക്കിയില്ല, അവന് സൈജേട്ടൻ്റെ കൂടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എങ്ങനെ ആദ്യം കാണുന്നത്? എങ്ങനെ സൈജേട്ടനെ ഫസ്റ്റ് സെറ്റിൽ വെച്ച് തന്നെയാണ് കാണുന്നത്. സൈജേട്ടനെ ഉണ്ടക്കണ്ടും വീഴ്ച വരുമ്പോൾ നമുക്ക് ഓണാണ് സെറ്റ്. സൈജേട്ടൻ ഭയങ്കര കൂളാണ്. അപ്പം നമ്മൾ ജഡ്ജ്മെന്റ് അല്ല, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഒരാളെ എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കാണാതെ നമുക്ക് അറിയില്ല എങ്ങനെയാ പെരുമാറുന്നത്. സൈജേട്ടൻ ഭയങ്കര കൂളായിട്ട്, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര രസമാണ് പുള്ളി. നമ്മൾ പെട്ടെന്ന് കണക്ട് ആയി. ഓക്കെ. സൈജേട്ടൻ പാലിക്കണേ കണ്ണ് പറഞ്ഞു എന്റെ കണ്ട ഞാൻ ഫസ്റ്റ് ഡേ പോലെ പറഞ്ഞു ഇത് കാണുന്ന കണ്ണെടുത്ത് വെളിയിടാതെ അകത്തിടാകത്തിട. സൈജേട്ടൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കണ്ണിനാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കണ്ണുവെച്ച് എന്റെ കാഴ്ച പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, ആരാധന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഈ ഒരു ഫാമിലി എങ്ങനെയാ ബിൽഡ് ചെയ്തെടുത്തത്? ഫാമിലി ബിൽഡ് ചെയ്തത് നമ്മൾ കാസ്റ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്. ഏകദേശം നമ്മളൊരു ഫാമിലി എന്ന് ഫീൽ ചെയ്യണം. അതായത് ഇപ്പം എന്റെ ചേച്ചിയായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, പിന്നെ ഞാൻ, പിന്നെ ശ്രുതിയുടെ ക്യാരക്ടർ, പിന്നെ വേറെ അനിയൻ. അപ്പൊ ഈ 4 പേരും, പിന്നെ അമ്മ അച്ഛനുമായിട്ട് സായി ചേട്ടനും കലാരഞ്ജനി ചേച്ചിയാണ്. അപ്പം ഇവരുടെ മക്കളാന്ന് ഫീൽ ചെയ്യണം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ കൃഷ്ണദാസിന് താല്പര്യമില്ലായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൂത്ത ചേച്ചിയായിട്ട് നമ്മൾ ഒറിജിനലി നമ്മൾ അപ്രോച്ച് ചെയ്ത വേറൊരു ആക്ടറാണ്. പക്ഷെ ഡേറ്റ്സിന്റെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് നോട്ടീസിലായിരുന്നു ഈ എല്ലാരെയും അപ്രോച്ച് ചെയ്തത്. അതിന്റെ കാരണം എന്ന് വെച്ചാല് തോമസ് ചേട്ടൻ, നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷൂട്ടിംഗ് ഡേറ്റ്സ് 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 1 മാസം കഴിഞ്ഞിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ ഡേറ്റ്സ് അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ശരി. അപ്പൊ അത് കാരണം നമ്മൾ വിളിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാനും പലപ്പോഴും റീപ്ലേസ്മെന്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ സിനിമയുടെ ഒരു സംഭവം അങ്ങനെയാണ്. അതെ, അതൊരു ഭാഗ്യമുണ്ട്, സമയമാണ് ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് ദിവ്യ എം നായരാണ് ഇപ്പം ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത്. സോ ദിവ്യ ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടറിന് ആ ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽ ആക്ടേഴ്സ് കുറച്ച് കുറവാണ്, വളരെ കുറവാണ്. അപ്പം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ വേണം. നമുക്ക് ഇനി ഓഡിഷൻ ചെയ്തിട്ട് എടുക്കാനുള്ള സമയമൊന്നും നമുക്കില്ലായിരുന്നു. ശരി. അങ്ങനെ നമ്മൾ 3-4 പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഈ ക്യാരക്ടർ ആരാണ് അഭിനയിക്കുന്നത് അവരവിടെ വേണം. പക്ഷെ നമ്മൾ തലേദിവസം അറിയുകയാണ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്ന അവർക്കും എന്തോ ഇഷ്യൂസ് ഉണ്ട്, ഡേറ്റ് ഇഷ്യൂസ് വാട്ടവർ. അപ്പം അത് കാരണം അവരും മാറിപ്പോയി. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ രാത്രിയിൽ ദാസൻ, ഐ മീൻ ഡയറക്ടർ ദാസൻ എനിക്കും തോമസ് ചേട്ടനും മെസ്സേജ് അയച്ചു, ഇങ്ങനെ ദിവ്യ എം നായർ, ഷീ വിൽ ബി ഗുഡ്. അപ്പം ദിവ്യയായിട്ട് ഞാൻ ഓൾറെഡി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ, ഷീ ഈസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പം നമ്മൾ എല്ലാവരും തംസപ്പ് അടിച്ചു. അങ്ങനെ രാത്രിയിൽ മെസ്സേജ് അയച്ചു കൃഷ്ണദാസ്, ബട്ട് ഷീ ഡിഡ്ന്റ് സീ ദാറ്റ്. പിറ്റേ ദിവസം നമുക്ക് 10-10:30 ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. രാവിലെ ആയിട്ട് റെസ്പോൺസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ദിവ്യ രാവിലെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യമൊക്കെ, സ്കൂളിൽ വിടാനുള്ള ആ പരിപാടി, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ടാണ് മൊബൈൽ നോക്കാറുള്ളത്. നമുക്കതറിയില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി നോക്കി 8:30 കണ്ടായെന്ന് തോന്നുന്നു. ദാസൻ പെട്ടെന്ന് കഥ പറഞ്ഞു, കഥാപാത്രം പറഞ്ഞു. വിത്തിൻ ആൻ അവർ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ എടുക്കുമല്ലോ മാള വരെ എത്താൻ കൊച്ചിയിൽ നിന്ന്.
ഉടനെ എത്തി ഒരു സീൻ ഷൂട്ട് ചെയ്തു. ബട്ട് ഉച്ചയ്ക്ക് തിരിച്ചു പോകണമായിരുന്നു. ഒരു ഓൾറെഡി പ്രയർ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരു ഫംഗ്ഷന്റെ. ഓക്കെ. ബട്ട് ഒരു ഐ മീൻ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ അവർ വരാൻ കാണിച്ച ഒരു സന്മനസ് അത് ഭയങ്കര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. എല്ലാവരും പ്രിപ്പയർ ആവുന്ന ടൈമിൽ ഒന്നുമില്ലായിരുന്നു. വന്നിട്ട് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. പിന്നെ ദെൻ കെയിം ശ്രുതിസ് ക്യാരക്ടർ. ശ്രുതിയുടെ ഇപ്പം ഓൾറെഡി ശ്രുതിയായിട്ട് ഞാൻ ഓൾറെഡി 2 പടം ചെയ്തിട്ടുണ്ട്, അന്താക്ഷരിയും ജനമൈത്രിയും. ശരി. അപ്പം ആ സമയത്ത് ശ്രുതി എനിക്കറിയാം. പിന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, ശ്രുതി നമുക്കൊരു ഫാമിലി, നമ്മളൊരു ഇപ്പം എൻ്റെ അനിയത്തി അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ മക്കളായിട്ട് ചിലപ്പോൾ അത് അങ്ങനെ മാച്ചായി പോകുമെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ ഞാനിത് സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൃഷ്ണദാസ് ഓക്കെ ആയിരുന്നു, തോമസ് ചേട്ടനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതി വരുന്നു. സ്വാതിയെ ആക്ച്വലി കൃഷ്ണദാസ് തന്നെ പറഞ്ഞത്. ബിക്കോസ് വി ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ. നമ്മൾ 1-2 പേരുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവരുടെയും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഡേറ്റ് ഇഷ്യൂസ് ആയിരുന്നു ഈ ഷോർട്ട് നോട്ടീസ് ആയത് കാരണം. ഭാഗ്യത്തിന് സ്വാതി ഹി വാസ് ഫ്രീ ഓൺ ദോസ് ഡേയ്സ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാതിയെ കിട്ടി. പിന്നെ ദിവ്യയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നന്ദു ചേട്ടനാണ്. അതായത് ഇനിഷ്യലി കൃഷ്ണദാസ് പറഞ്ഞിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, ശരി, ഇവരൊക്കെയാണ് പ്രിഫറബിൾ. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം എന്റെ ക്യാരക്ടറിൽ വേറെ ഓപ്ഷൻസ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഒന്നല്ല 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ അല്ലാണ്ട് വേറെ 2 പേരുടെ അകത്ത് മാത്രം ഓരോ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അമ്മ ക്യാരക്ടർ കലാരഞ്ജനി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് മൂത്ത അളിയൻ നന്ദു പൊതുവാൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ല പുള്ളി ദാസൻ പറഞ്ഞ കൃഷ്ണദാസ് പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇവര് 2 പേരെയും, അതായത് ഒരു ഓപ്ഷനേ ഉള്ളൂ നമുക്ക്. പിന്നെ ഇപ്പം കലച്ചേച്ചി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. ചിലപ്പം നമുക്ക് ആ സമയത്ത് പണം തുടങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റും നമുക്ക് ആ സമയത്ത് അവൈലബിൾ, നമ്മുടെ മനസ്സിലുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പുതിയ ആളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വെച്ചാൽ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, കുറച്ചും കൂടി എക്സ്പീരിയൻസ് വേണം അഭിനയിച്ച്. പിന്നെ നമുക്ക് സമയമില്ല ഈ ഓഡിഷൻ ചെയ്ത്, നമുക്ക് സമയമില്ല. അപ്പം വി വോണ്ടഡ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അപ്പം ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം സ്വാതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെയ്തിരിക്കുന്നതിന്റെ വേറൊരു എക്സ്ട്രീം ക്യാരക്ടറാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിക്കും അത് ചെയ്യുമ്പോൾ ഒരു പുതുമ ഉണ്ടാവും, കാണുന്ന ആൾക്കാർക്കും പുതുമയാണ്, നമ്മുടെ സിനിമയ്ക്കും ഗുണം ചെയ്യും മൊത്തത്തിൽ. അതെല്ലാം ഒരു വ്യത്യസ്തമായ ഒരു ട്രാക്കിൽ കൂടിയാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ആക്ച്വലി എടവള ബാബു ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതായിരുന്നു. അപ്പം എടവള ബാബു ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് തോമസ് ചേട്ടനും കൃഷ്ണദാസൊക്കെ പറഞ്ഞ് അത് അടിപൊളി കാസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ എടവള ബാബു ചേട്ടനെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് CCL നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന കാരണം അദ്ദേഹം ടീമിലുള്ളതാണല്ലോ. ശരി. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ അതിന് പകരം നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തു. പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, he has acted in this movie. Actually സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അഭിരാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ് ആണ് അതിൽ നമുക്ക് ആ ട്രെയിലറിലൊക്കെ കാണാൻ പറ്റിയ. പിന്നെ സോഹൻ ചേട്ടനുണ്ട്, സോഹൻ സീനുലാൽ. പിന്നെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, മണികണ്ഠൻ പട്ടാമ്പി. പിന്നെ സലീം ഹസൻ, മണികണ്ഠനും വെളിച്ചപ്പാടായിട്ട് മണികണ്ഠൻ ചേട്ടനും, പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് സലീം ഹസൻ. ഭയങ്കര രസമായിരുന്നു. ഇവര് ഭയങ്കര ടൈമിംഗ് ആണ് മണികണ്ഠൻ ചേട്ടൻ. അപ്പൊ ഈ എനിക്കാണ് ഇപ്പൊ ഈ വെളിച്ചപ്പാടിന്റെ ക്യാരക്ടർ കിട്ടുന്നെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും ചെയ്യണോ വേണ്ടതെന്ന്. എന്താന്ന് വെച്ചാല് ഞാൻ അധികം ഈ പരിപാടി കണ്ടിട്ടില്ല, ഞാൻ ഈ സിനിമയെ കണ്ടിട്ടേ ഉള്ളൂ, വെളിച്ചപ്പാടിന്റെ പരിപാടി. പിന്നെ അത് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് വരും എനിക്ക്. ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ആ സംവിധായകന്റെ എനിക്കിപ്പം ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ പറയും ഇതല്ലാണ്ട് വേറെ ഒരു ക്യാരക്ടർ അത് ചെയ്യാതെ പറയും. ഓക്കെ. അപ്പം മണികണ്ഠൻ ഇപ്പൊ വെളിച്ചപ്പാടിന്റെ ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് മണികണ്ഠൻ ചേട്ടനെ എവിടെയെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്താൽ നന്നായിരിക്കും, ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ് മണികണ്ഠൻ ചേട്ടൻ നമുക്ക് വെളിച്ചപ്പാടാക്കാം, എന്ന് വെച്ചാൽ പുള്ളി വെളിച്ചപ്പാടായിട്ടൊന്നും അങ്ങനെ അഭിനയിച്ച് കണ്ടിട്ടില്ല, അപ്പം പുതുമയായിരിക്കും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് മണികണ്ഠൻ ചേട്ടൻ, ഞാൻ എന്നെ വെച്ചാൽ ചിന്തിക്കുന്നത് വെളിച്ചപ്പാടായതുകൊണ്ടാണ്. ഒരു ഡോക്ടറോ വക്കീലോ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ആരും ഓക്കെ എന്ന് പറയും. അപ്പോൾ ഞാൻ മണികണ്ഠൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ഈ റിങ് പോകുമ്പോഴും എൻ്റെ ഇതാണ് വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ പുള്ളി മിക്കവാറും വേണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ് മണിച്ചേട്ടൻ ഇങ്ങനെ ഒരു പടം, ഞാനും കൂടെ കോ പ്രൊഡ്യൂസറാണ്, അപ്പം ഇതാണ് പരിപാടി, അപ്പം ഒരു വെളിച്ചപ്പാടിൻ്റെ ക്യാരക്ടറാണ്,
പിന്നെന്താ പുള്ളി നോക്കിയാണ് പുള്ളി അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ എന്താ പുള്ളി വന്നിട്ട് അങ്ങ് പെർഫോം ചെയ്യാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അന്യായ ടൈമിംഗ് ആണ്. നമ്മള് മറന്നു പോകും, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ വീട്ടിലോട്ടൊക്കെ ഇരുന്ന പരിപാടി എന്ത് ആക്ടറാണ്, വൺ ആക്ടർ. ഒരു ആർട്ടിസ്റ്റ് ഡ്രസ് ഇട്ട് നിക്കുമ്പോഴേ പുള്ളി ആ ഇതിലാ നിക്കുന്നേ. പിന്നെ ഈ സലീം ഭായിയെ നമ്മള് മറിമായത്തില് ആണല്ലോ റെഗുലറായിട്ടുണ്ട് പ്യാരി എന്ന് പറഞ്ഞ ആ, ക്യാരക്ടർ. പേര് അത്. പുള്ളിയുടെ ഒരു പ്രത്യേക ശൈലിയാണ് ഈ ഡയലോഗ് ഡെലിവറി. അത് തന്നെ. അപ്പൊ ഞാനും സ്വാതിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് പുള്ളിക്ക്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. അത് സീരിയസ് ആയിട്ട് പറയും കേട്ടോ, ചിരി പിടിച്ചു നിൽക്കില്ല. എന്നാൽ ഞാൻ അധികം ചിരിയുള്ള ആളല്ല, എനിക്ക് അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് മുഖമാണ് എന്റെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിരി പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ആ രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഓരോ ടേക്കിലും ഓരോ പുതിയ ഇല്ലാത്ത സാധനമൊക്കെ പറഞ്ഞാളെ. അപ്പൊ നമ്മള് മറ്റേ പ്രിപ്പയർ ചെയ്തിട്ട് പറയും പുതിയൊന്നും വരില്ലേ, അപ്പടിക്കും പുതിയത്, അപ്പൊ ചിരി പൊട്ടും. അത് സീരിയസ് മുഖത്തില് പറയുന്നൊരു ശൈലിയുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട്. കൊച്ചി സ്ലാങ്ങിലൊരു പരിപാടി ഉണ്ട് പുള്ളിയുടെ. അയ്യോ അതൊരു നമ്മുടെ പഞ്ചായത്ത് തിയേറ്ററുടെ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ട് ആ ഇന്റർവ്യൂ ഒരു മറിമായമാക്കി മാറ്റിയവര്. എനിക്ക് എന്റെ അമ്മോ കൗണ്ടർ വരാൻ തുടങ്ങി, പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് അവിടുന്ന് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല, നിർത്ത് എനിക്ക് പറ്റില്ല പറഞ്ഞു. ഒരു രക്ഷയില്ലാത്തൊരു ടീം തന്നെ കേട്ടോ. അതെ, ഇതിന്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. പഞ്ചായത്ത് ചെട്ടിയില് സലീം ഭായി എന്ന ക്യാരക്ടറിനെ തന്നെയായിരുന്നു ആദ്യം ഓപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇത് ഡിസംബറിലായിരുന്നു ഈ പടം, കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ശരി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കമ്മിറ്റ് ചെയ്ത പടം ആ സമയത്ത് നടന്നില്ല. പടം 5 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോവാണ്. ഞാനിത് അറിയുന്നത് 5 ദിവസം മുമ്പാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അറിഞ്ഞിരുന്നു ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ എനിക്ക് മണികണ്ഠൻ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് ഡേറ്റ്സ് അവൈലബിൾ ആണെന്ന് പറയാനുള്ളൊരു മടി കാരണം ഞാൻ അതുകൊണ്ട് പടം തുടങ്ങിയതിന് ശേഷം ഞാൻ മണികണ്ഠൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ ഫ്രീ ആയിരുന്നു, എറണാകുളത്തൂടെ ഞാൻ തേരാപ്പാര നടക്കുന്ന കാണുമ്പോഴത്തേക്കും ആരെങ്കിലും പറയും സൈജു ഗ്രൂപ്പിനെ കണ്ടിരുന്നത്, ഞാനത് അറിയാണ്ട് ഫ്രീ ആയി പോയതാണ്, പടം നടക്കേണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവരാണെങ്കിൽ പറയുകയും ചെയ്യും, പറയുകയും ചെയ്യും. ഓക്കെ. ഈ എപ്പോഴെങ്കിലും മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് അറിയാണ്ട് വന്നു പോയ ചോദ്യമാണ്, അതാണ് ചോദിച്ചു പോണേ. ഇതേപോലെ നമ്മൾ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇതുപോലെ ഡേറ്റ് മാറ്റിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അത് ചെയ്താൽ മതിയായിരുന്നു തോന്നുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വളരെ കുറച്ചായതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഈ സിനിമയിൽ മൊത്തത്തിൽ ഒരു കൂടോത്ര ബ്ലാക്ക് മാജിക്കിന്റെ ഒരു ഇത് എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ട് പോസിറ്റീവ് വൈബ്സ് ആണ്. എവിടെയെങ്കിലും ഈ സിനിമയിൽ അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്? അങ്ങനത്തെ ഒരു സീനല്ല. ബ്ലാക്ക് മാജിക് പരിപാടി നെഗറ്റീവ് സാധനങ്ങളില്ല, ഇല്ല, എല്ലാം പോസിറ്റീവ് ആയിട്ടാണ്. ഇപ്പൊ നമ്മുടെ സായേട്ടന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അത്യാവശ്യം സൂപ്പർ സ്റ്റാറുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് ഇല്ലേ? ഇപ്പൊ നമ്മുടെ പടത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അച്ഛനായിട്ട് അടുത്ത സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുക? എങ്ങനെയാണ് സായിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി കലാരംഗ ചേച്ചിയാണ് അമ്മ, സായി സാറാണ് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവരുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെന്റ് ഒക്കെ ആയിരുന്നു. കാര്യം കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ പോലും നമുക്ക് ഉറപ്പില്ലാത്ത ആൾക്കാരൊക്കെ, അത്രയും ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പം പിന്നെ കലചേച്ചിയാന്ന് പറയുമ്പോൾ നമ്മള് സ്റ്റേഷൻ ഒരു നക്ഷത്രത്തിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാൻസാണ് നമ്മള്. അപ്പം പക്ഷെ പുള്ളിക്കാരി എങ്ങനെയായിരിക്കും, അതായത് നമ്മള് സംസാരിക്കുമ്പോൾ ജാടയായിരിക്കുമോ അല്ലെങ്കിൽ അത്രേ സംസാരിക്കുള്ളൂ എന്ന് അറിയില്ലല്ലോ. പക്ഷെ ചെന്നപ്പോ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ സംസാരിക്കാണ്ട് മാറി എന്നാലും ചേച്ചി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചിരുത്തി വട്ടത്തിലിരുത്തി സംസാരിപ്പിക്കുന്ന, അങ്ങനെ അതായത് നമ്മളെക്കാട്ടും എനർജിയാണ്, വൈബാണ്. നമ്മളൊക്കെ അതിന്റെ മുന്നിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ സായി സാറാണെങ്കിലും നമ്മൾ സംസാരിക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ടെങ്കിൽ സാറ് നമ്മളോട് വിശേഷം ചോദിക്കും, എപ്പോൾ എത്തി അല്ലെങ്കിൽ ഏതാണ്, എങ്ങനെയാണ്, നിങ്ങളെ വീട് എവിടെയാണ്, അതൊക്കെ ചോദിച്ചാൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. കാര്യം ഇപ്പോഴത്തെ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സെറ്റിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചിരിക്കും, ഓക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് മാറും, അല്ലെങ്കിൽ സെറ്റിൽ വരുമ്പോൾ സംസാരിക്കും, ഷോട്ടിനുള്ളിൽ സംസാരിച്ചിട്ട് പിന്നെ ക്യാരവനിലേക്ക് പോകും, പിന്നെ നമ്മൾ കാണുകയില്ല, പിന്നെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല, ക്യാരവൻ അല്ലേ ചേട്ടൻ വെറുതെ ക്യാരവൻ തന്നുന്നായി. കാര്യം കൽപ്പിച്ചൊന്നും അങ്ങനെ ഇരിക്കും ബുദ്ധിമുട്ടാ, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ. നമ്മളിങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിച്ച്, അതാണ് നേരത്തെ അറിഞ്ഞില്ല നമ്മള്. അടുത്ത പടമാവട്ടെ, ഇവരെ തന്നെ കാസ്റ്റ് ചെയ്യേണ്ടി വരും, വരുന്ന ആൾക്കാർക്ക് ക്യാരവൻ വേണമെങ്കിലോ. അപ്പൊ അങ്ങനെ നമ്മളെ അതാണ് ശരിക്കും അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ആ സെറ്റിൽ അല്ലാത്ത സമയത്ത് നമ്മള് ഷൂട്ട് ഇല്ലാത്ത സമയത്തുള്ള ആ ഒരു മെമ്മറീസ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ സൈജേട്ടനാണെങ്കിലും പ്രൊഡ്യൂസറിനായിട്ടുള്ള ഒരു ജടയും അവിടെ കാണിച്ചിട്ടില്ല, പിന്നെ ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് ചേട്ടൻ
ഫുൾ സെറ്റ് അങ്ങനെ ആയിരുന്നു. കാര്യം നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ ഷോട്ട് റെഡി വാ ആ മൂഡോ അങ്ങനെയൊന്നും അല്ല. എന്നിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ നാളത്തെയോ മറ്റന്നാളത്തെയോ ഒക്കെ നേരത്തെ ചെയ്തു വെക്കും. ബാക്കപ്പ് ഒക്കെ ഒരു 6 ദിവസം മുന്നേ ബാക്കപ്പ് ആയി. നമ്മള് ബിഫോർ ടൈം ആണ് എല്ലാവരും ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു, ഭയങ്കര പ്ലാൻ ആയിരുന്നു. ഇന്ന സീൻ നമുക്ക് ഇത്ര ഷോട്ട് ലൈക്ക് അങ്ങനെ അല്ലാണ്ട് അവിടെ വന്നിട്ട് ഒരു എഡിറ്റോ അല്ലെങ്കിൽ ഇത് ഡയലോഗ് മാറ്റോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം, അത്യാവശ്യം ഫ്രീഡം തരുന്നൊരു ഡയറക്ടർ ആയിരുന്നു. നമ്മളൊന്ന് സംസാരിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യാം എന്നുള്ള സജഷൻ ചോദിക്കും. നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല പീസ്ഫുൾ ആയിട്ട് തീർത്തൊരു സിനിമ. കൂടുതൽ എന്താന്ന് വെച്ചാൽ ക്യാരവനിലും അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ മൊബൈൽ നോക്കി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല. ഇത് ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഒന്നിച്ചായിരുന്നേ ആ വീട്ടില്. അപ്പൊ നമുക്ക് തമ്മിൽ സംസാരിക്കാനും പറയാനും ഒക്കെ ഇത് മക്കളാണ്, ഇത് മൂത്ത മോനാണ് അല്ലെങ്കിൽ ഇളയ മോനാണ്, ഇതെന്റെ മക്കളാണ് മരുമക്കളാണ് ആ ഫീലാ. അങ്ങനെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വന്ന് ഷോട്ടിന് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓക്കെ വാ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു, ചെയ്യുന്നു, തിരിച്ച് വീണ്ടും അതേ വൈബിൽ തന്നെ നമുക്ക് അത് കിട്ടും. ശരിക്കും ആ ഒരു ഫാമിലി ശരിക്കും ഇപ്പൊ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ ഇപ്പൊ എല്ലാം എല്ലാവരും. വീടാണെങ്കിലും ആ വീട്ടിലെ ആൾക്കാരാണെങ്കിലും വീട് അതും അവരും നമുക്ക് വളരെ എന്താ പറയുക ഫ്രീ ആയിട്ട് ആ വീടിങ് സ്വന്തം വീട് പോലെ. നല്ല ആൾക്കാരാണ് ആ ഏരിയയിലെ. ഇത് എവിടെയൊക്കെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? മാള, അന്നമനാട അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൊക്കേഷനിൽ, നമ്മൾ സാധാരണ ഹോട്ടൽ റൂംസിലാണല്ലോ താമസിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തോമസ് ചേട്ടൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു വീട് കണ്ടുപിടിച്ച്, ഞാനല്ല പ്രൊഡക്ഷൻകാരെ കണ്ടുപിടിച്ച് ഒരു വീടൊന്ന് സെറ്റാക്കി തരണം, വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീൽ. അവിടെ ബിജു എന്ന് പറഞ്ഞൊരു ആളുടെ വീട്ടിലാണ് താമസിച്ചത്. പുള്ളിയൊരു NRI ആണ്. ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ എപ്പോഴും പറ്റുന്നതാണ്, നമ്മൾ ഒരു ലൊക്കേഷനിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നൈറ്റ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും സ്ലീപ്പ്. പുതിയൊരു സ്ഥലമല്ലേ. ആ വീട്ടിൽ എനിക്ക് ഉഗ്രനായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു. എൻ്റെ സ്റ്റാഫൊക്കെ ഞങ്ങൾ അവിടെ 4 ബെഡ്റൂമുള്ളൊരു വലിയൊരു വീടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ സ്റ്റാഫ് എല്ലാവരും താമസിച്ചത്. തോമസ് ചേട്ടൻ അവിടെ താമസിച്ചത്. എല്ലാവർക്കും വെരി പീസ്ഫുൾ സ്ലീപ്പ്. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ വീടും ആ പരിസരവും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനും മൊത്തത്തില്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇപ്പം ദ എൻഡ് റിസൾട്ട് നമ്മുടെ ഈ സിനിമയും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം സോ ഉള്ളിൻ്റെ ഉള്ളില് നമ്മള് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാം ഈ ഒരു പടം ചെയ്തതിൽ വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെ കുറെ സപ്പോർട്ടുകളും എല്ലാം കൊണ്ടും എല്ലാം കുറെ പോസിറ്റീവ് എനർജി ആയിരുന്നു അല്ലേ? ശരിക്കും ഇനിയിപ്പോ നിങ്ങളുടെ ഈ ഒരു ടീം സ്പ്ലിറ്റ് ആകുമ്പോഴായിരിക്കും അതിന്റെ ഒരു വിഷമം ഉണ്ടാവുന്നത് അല്ലെ? ഇത്രയും നാൾ ഒരുമിച്ച് നല്ല രസമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ കാണും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? അവിടെ തുടങ്ങിയാണ്. അല്ല, നമ്മുടെയൊക്കെ തന്നെ എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ നിരന്തരം വി ആർ ഇൻ ടച്ച്. ശരിയാണ്. ഇപ്പൊ ശ്രുതി പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചേട്ടാ, ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം ഇപ്പൊ കുറച്ചുകൂടി ഈസിയാണ്, പണ്ടത്തെ അപേക്ഷിച്ച് ഒരു സിനിമയിലേക്ക് വരാൻ ഇത്തിരി കൂടി ഈസിയാണ് ഒരുപാട്. പക്ഷെ പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ എറണാകുളം അല്ലെങ്കിൽ ഇപ്പൊ കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇവിടെയൊക്കെ കുറച്ച് സിനിമ ഇത്തിരി കൂടി ഓപ്പൺ ആണ്. കുറെ ഉള്ളിലേക്ക് കുറെ ആളുകളുണ്ട്, കുറെ നാട്ടിൻപുറത്ത് കുറെ കലാകാരുണ്ട്. അവർക്കൊക്കെ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷനാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അവരിപ്പോഴും പേടിച്ചിരിക്കുന്നത് എന്താണ്, സിനിമയിലേക്കാണല്ലോ പോകുന്നത്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല സിനിമയിൽ. ഇതറിയില്ല ആൾക്കാർക്ക്. പല അച്ഛനമ്മമാർ കുട്ടികളെ വീട്ടിൽ തന്നെ ഒതുക്കിയിരുത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇനി വരാൻ പോകുന്നൊരു അടുത്ത തലമുറയോട് എന്താ പറയാനുള്ളത്? ഈ അടുത്ത തലമുറയുടെ പാരന്റ്സിനോടാണ് പറയേണ്ടത്. അല്ല, അതല്ല പ്രശ്നം. തലമുറയ്ക്ക് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ നിർത്തുന്നതല്ലേ. പാരന്റ്സിനോട് പറയാനുള്ളത്, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താണ് കുഴപ്പം പിടിച്ചൊരു സ്ഥലമല്ല. അത് നമ്മൾ ഇറ്റ്സ് വെരി സേഫ് ഹിയർ. ദിസ് ഇൻഡസ്ട്രി ഈസ് വെരി സേഫ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ 1-2 പ്രശ്നക്കാർ കാണും. അതേപോലെ ഈ ഇൻഡസ്ട്രിയിലും കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കംപ്ലീറ്റ്ലി എന്താണ് ഇതൊന്നുമല്ല. പക്ഷേ ഇറ്റ്സ് എ വെരി സേഫ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് കരിയർ. ഈ സിനിമയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തല്ലോ, അഭിനയിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഡിസൈനിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും നല്ല കരിയറാണത്. പിന്നെ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ എന്നാൽ പിന്നെ സിനിമ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പം
ഞാൻ നാഗ്പൂരിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്ന് എനിക്ക് സിനിമ കിട്ടി. ആദ്യത്തെ സിനിമ ഹരിയാണ സാറിൻ്റെ മയൂഖം. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ട്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഭയങ്കര നാച്ചുറലി ഫ്രണ്ട് ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അപ്പോൾ അവൻ ബാക്കിയുള്ള നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ കുറച്ചുകൂടെ ഒരു പൊടിക്ക് ബിൽഡപ്പ് കൊടുക്കും എന്നെ പറ്റി. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ആക്ടറായി. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഇവൻ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ പറയുന്നത് സൈജു കേരളത്തിൽ വലിയ ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ബിൽഡപ്പാണ്. ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതവൻ എന്നോട് പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, എടാ നീ ഇത്രയും ബിൽഡപ്പ് കൊടുക്കണ്ട, എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടില്ല. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് ഓക്കെയാണ് ഞാൻ ആക്ടറായത്, ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പറഞ്ഞില്ല, അതൊക്കെ വേണോട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തിൻ്റെ മലയാളി അമ്മ ആയിട്ടൊരു ദിവസം ഇവൻ സംസാരിക്കുകയാണ്. അപ്പോൾ രതീഷ് പറഞ്ഞ്, ആന്റി അറിഞ്ഞില്ലേ സൈജു ഇപ്പോൾ സിനിമയിലാണ്. എന്താ മോനെ, അവന് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? അതും ഇവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നീ ആൾക്കാർ മൊത്തം എന്നെ പറ്റി പറയുന്നത് നീ എന്നോട് പറയണ്ട. അപ്പൊ അല്ല, എല്ലാം പറയാൻ അവൻ നല്ലത് കേട്ടാൽ അപ്പം എന്താണ് മെസ്സേജെങ്കിലും ചെയ്യും. എടാ നിന്നെ പറ്റി എന്താണ് നിന്റെ പടം കണ്ടെന്നൊക്കെ എൻ്റെ മറ്റേ ഫാമിലി ഫ്രണ്ട് പറഞ്ഞതൊക്കെ അതൊക്കെ ചെയ്യും. അപ്പം ഇതാണ്. അപ്പം ഈ സിനിമയിൽ എന്താണ് ഒരു രീതിയിലും രക്ഷപ്പെടാത്ത ആൾക്കാർ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടല്ലോ. അതൊരു തെറ്റായ ധാരണയാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ ടെക്നിക്കൽ ക്രൂ എടുത്താലും അല്ലെങ്കിൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചേട്ടന്മാര് അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് കേരളം ആയതുകൊണ്ട് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ലിറ്ററേറ്റ് ആണ്. പിന്നെ തീർച്ചയായും പിന്നെ സേഫ് അല്ല എന്ന് പറയുന്നതിന്റെ, അതായത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളെ ഹറാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. സ്കൂളിൽ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഡോക്ടർ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ ഇതുപോലെ ഒരു ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ബാങ്കിലോ അല്ലെങ്കിൽ ഒരു IT മേഖലയിലോ എല്ലായിടത്തും ഇഷ്യൂ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് സിനിമയാവുമ്പോൾ കുറച്ചും കൂടെ ഒരു, ഇപ്പം മീഡിയ ആണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പോഷർ ആവും, ഒരു പെട്ടെന്ന് അത് പുറത്തേക്ക് വരും. അല്ലാണ്ട് എല്ലായിടത്തും ഇപ്പം ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് വരെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് സിനിമയാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്. ഇത് ഇൻഡസ്ട്രിയുടെ പ്രശ്നമൊന്നും അല്ല. അവിടെയുള്ള 1-2 ആൾക്കാർ മോശമാണെന്ന് വിചാരിച്ചിട്ട് സിനിമ ഫുള്ള്, എന്നെക്കാളും 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞങ്ങൾ 3 പേര്. 3 പേരല്ല, ഞങ്ങൾ 5 പേര്. എൻ്റെ അനിയന്മാരും ഈ ഫീൽഡിൽ നിന്ന് തന്നെയായിരുന്നു. ഞങ്ങൾക്കൊക്കെ സേഫായ സ്ഥലമാണ്. ഞങ്ങളുടെ തറവാടാണിത്. അടുത്ത ഞങ്ങളുടെ മക്കൾ വരുന്നതിന് നമുക്ക് ഒരു എതിർപ്പുമില്ല. കാരണം നമ്മൾ വിശ്വസിച്ച് ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സെക്യൂരിറ്റിയും. ഞങ്ങളുടെ യൂണിറ്റ് ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി. അപ്പൊ നന്നായിട്ട് നിന്നാൽ നന്നായിട്ട് തന്നെ നിൽക്കും. ഓൺ ലൊക്കേഷൻ തന്നെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലപ്പം കള്ളു കുടിച്ചിട്ടൊക്കെ ഷൂട്ടിങ് കാണാൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് അവർ ഓവർബോർഡ് ആകുമ്പോഴത്തേക്കും ഈ ചേട്ടന്മാർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അവരിവരെ ബ്ലോക്ക് ചെയ്യും. അവർ ചിലപ്പോൾ നമ്മളെ ഹാം ചെയ്യില്ലായിരിക്കും, പക്ഷെ എന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമല്ലോ. എന്ന് വെച്ചാൽ ഒന്നാമത് ലഹരിയിലാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇവരാണ് സേഫ് ഗാർഡ് ചെയ്യുന്നത് നമ്മളെ. അതിപ്പം ആൺ പെൺ വ്യത്യാസമില്ല. ആൺ ആർട്ടിസ്റ്റ് ആയാലും പെൺ ആർട്ടിസ്റ്റ് ആയാലും ഇവർ നമ്മുടെ സപ്പോർട്ടിനുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് വീടിന്റെ ക്രോസ് ചെയ്തിട്ട് വേണം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ക്യാരവനിലോട്ട് വരാൻ. അവിടെ അത്ര നേരം. ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ മാക്സിമം 8 മണി വരെ, അതിൽ കൂടുതൽ എടുക്കത്തില്ല. ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ, ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ഓപ്പോസിറ്റ്. പുള്ളി അഴിക്കും. പുള്ളി അവിടെ നഴിച്ചിട്ട് നടുക്കോട്ട് വന്ന് ആ വണ്ടി ഒന്ന് ഇതാക്കിയിട്ട് ഞങ്ങളുടെ ഒരു താങ്ക്സ് അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷെ ആ ഒരു അതാ പറഞ്ഞത്, ഓരോരുത്തരും നമ്മൾ നിന്നാൽ നന്നായിട്ട് നിന്നാൽ നന്നായിട്ട്. ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട്, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു മര്യാദ ഒരു റെസ്പെക്ട് ഉണ്ട്. നമ്മളെ കെയർ ചെയ്യും. നമ്മളെ അറിയാത്ത ആൾക്കാർ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് നമുക്ക് തരുന്ന കെയർ അത് ഭയങ്കര. അതുകൊണ്ട് പുതിയ തലമുറ വരുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നന്നായി വരണം. വീട്ടുകാരുടെ സമ്മതത്തോടെ അവരുടെ സപ്പോർട്ടോടുകൂടി വരണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അധ്വാനിക്കണം, പണിയെടുക്കണം, അല്ലെ? ആത്മാർത്ഥത ഉണ്ടാവണം. എല്ലാവരും ചുമ്മാ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഫേമസ് അതൊക്കെ വരും, അങ്ങനെയൊന്നും വേണ്ട. എന്തായാലും സേഫ് ആണെന്നാണ് പറഞ്ഞത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പഴയ പോലും
ഒന്നും പേടിക്കണ്ട. അല്ല പണ്ട് അല്ല പഴയ പോലെ പേടിക്കണ്ട പേരൻസ് ഒന്നും. അല്ല പണ്ടും അങ്ങനെ ഇല്ലല്ലോ. പണ്ട് 40 കൊല്ലം മുമ്പും അങ്ങനെ ഇല്ല. അല്ല ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ ഇതേപോലെ സംവിധാനങ്ങളുണ്ട്. അതൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ടെൻഷൻ വേണ്ട. ഇത്ര ആൾക്കാരെ വേറെ രീതിയിൽ വടിയിരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു 1-2 കാര്യം കൂടി എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഈ മേഖലയിൽ തന്നെ പറയുമ്പോൾ ഈ വെളിച്ചത്തേക്ക്, അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ വരാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കിടന്നിട്ട് രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്ന് ചിലപ്പോൾ ആരും എവിടെ വെച്ച് കണ്ടാലും ചിലപ്പോൾ ഒരു വലിയൊരു സെറ്റായിരിക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ആയിരിക്കും, എന്തും ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിരിക്കാം, ആരും എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാവില്ല. പക്ഷെ ഇത്ര ഹിറ്റ് പടങ്ങൾ അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലല്ലേ. അവരെ കുറിച്ച് ചെയ്യട്ടാ എന്താന്ന് പറയും. നമ്മുടെ പടത്തിലും ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ പേരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇൻഫാക്ട് നമ്മുടെ പടത്തില് നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു എവറി 4th ഡേ നമ്മൾ ഓരോ റീൽ വിടുമായിരുന്നു. അതായത് ക്യാമറയുടെ പുറകില് അറിയപ്പെടാത്ത ആൾക്കാർ, അതായത് ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് ഫുഡ് തരുന്ന ആ ടീമിന്റെ ചീഫ്, അവരുടെ കാര്യങ്ങള് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇഫ് യു മൂവിയുടെ ഇൻസ്റ്റാഗ്രാം അതെ നമ്മളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരുടെങ്കിലും പ്രൊഫൈലിൽ പോയി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ചില അവരും ഇത്ര അധ്വാനം ഉണ്ട് ഒരു സിനിമയില്. ഇത്രയും എല്ലാരും കൂടെ ചേർന്നല്ലേ, ഇത്രയും പേര് ചേർന്നാണ് സിനിമ. നമ്മുടെ സൗണ്ടിൽ വർക്ക് ചെയ്ത സന്തോഷ് ചേട്ടനുണ്ട്. സന്തോഷ് ചേട്ടനെ പറ്റി ഒരു റീല് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ സുജിത് മട്ടന്നൂര് കോസ്റ്റ്യൂം ഡിസൈനർ, സുജിത്തിന്റെ സ്റ്റാഫിന്റെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതൊരു റീലാക്കിയായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തത് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അതെ, ഇത്ര ആൾക്കാർ പുറകിലുണ്ട്. ഇവരൊക്കെയാണ് വിഷുവിന് നമ്മള് മറ്റേ ലോട്ട് എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലക്കി ഡ്രോ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഇങ്ങനെ ഈ ഫണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ലക്കി ഡ്രോ ഒക്കെ നടത്തി. അതായത് നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും ഒരു എമൗണ്ട് ഓക്കെ അത് അവര് തന്നെ ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. അവരെ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ ലക്കി ഡ്രോ നമ്മൾ എടുത്തിട്ട് 3 പേർക്കോ 10 പേർക്ക് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ശരി, പുതിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ സിനിമ ഭരതനാട്യം റിലീസിന് ഒരുങ്ങുകയാണ്. അതിന്റെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളും പിന്നെ കുറെ പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു വർഷമാണ് 2024. ഇപ്പോൾ ഈ 24 എല്ലാവരും എന്നും ഏത് വർഷവും എടുത്തു പറയുന്ന സിനിമകളിൽ ഒന്നായി മാറട്ടെ ഭരതനാട്യം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എപ്പോഴും ഉണ്ടാവും. എന്തായാലും എല്ലാ ടീമിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു ശ്രീനാഥ്. താങ്ക് യു.